Next problem. Draw the shear force and bending moment diagrams for a simply supported beam of length 8 meter and carrying a uniformly distributed load of 20 kilonewton per meter for a distance of 4 meter as shown in figure. Okay. അപ്പം നമുക്ക് ഫിഗർ തന്നിട്ടുണ്ട്. സിംപ്ലി സപ്പോർട്ട് ബീമാണ്, ഒരു എൻഡ് ഹിഞ്ചഡ് ആയിട്ടും ഒരു എൻഡ് റോളർ എൻഡായിട്ടുമാണുള്ളത്. ക്യാരീസ് എ യൂണിഫോമലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് അല്ലേ, 20 kilonewton per meter എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡിലുള്ള ഒരു UDL ആ ബീമിൻ്റെ അകത്തുണ്ട്. അത് ഈ ഫിഗറിൽ കാണുന്ന പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അതായത് എ എന്ന് പറയുന്ന എൻഡിൽ നിന്ന് 1 meter മാറിയിട്ടാണ് ആ ലോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 4 meterലേക്ക് ആ ലോഡ് ഉണ്ട്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ നിന്ന് 1 meter കഴിഞ്ഞിട്ട് പിന്നെയുള്ള 4 meterലും ഒരു പർട്ടിക്കുലർ UDL ഉണ്ട്. ഇനി നമ്മൾ ഇതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാവുന്നതുപോലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റെപ്പ് 1 സപ്പോർട്ട് റിയാക്ഷൻ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രീ ബോഡി ഡയഗ്രാം ഒന്നും കൂടി എടുത്ത് വരച്ചു. ഓക്കെ, ഇവിടെ ഹൊറിസോണ്ടൽ ലോഡ് ഇല്ലാത്തതുകൊണ്ട് എയിൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഇല്ല, വെർട്ടിക്കൽ റിയാക്ഷൻ ആൻഡ് ബിയിൽ വെർട്ടിക്കൽ റിയാക്ഷൻ, 2 റിയാക്ഷൻസേ ഉള്ളൂ. അപ്പൊ ആ 2 റിയാക്ഷൻസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ 2 റിയാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ VA ആൻഡ് VB. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് മൊമെന്റ് എടുക്കാം. ഓക്കെ, ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് A. സമ്മേഷൻ ഓഫ് മൊമെന്റ് അബൌട്ട് A ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിലുള്ള എല്ലാ ലോഡുകളും എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മൊമെന്റ് എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ ആദ്യം VA ഇൻറ്റു എയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് 0. ഓക്കെ, സെയിം ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് വിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എയിലൂടെ തന്നെയാണ്. അപ്പം VA കാരണം എയിൽ ഉണ്ടാകുന്ന മൊമെന്റ് വിൽ ബി 0. പിന്നെയുള്ളത് 20 kilonewton, അത് ആക്ട് ചെയ്യുന്ന താഴോട്ടാണ്. എ എന്ന് പറയുന്ന പോയിന്റ് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പോൾ പ്ലസ്സിൽ നമുക്ക് എഴുതാം +20 ഇൻറ്റു ഓക്കെ ആ UDL ആക്ട് ചെയ്യുന്ന സ്പാനുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം 4. അപ്പോൾ ആ UDLന് ഇക്വലന്റ് ആയിട്ടുള്ള പോയിന്റ് ലോഡായി മാറി. അത് ആക്ട് ചെയ്യുന്നത് ഈ 4ന്റെ ഹാഫിലായിരിക്കും. ഓക്കെ, അപ്പം അവിടുന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് മൊമെന്റ് ആക്കുമ്പോൾ എയിലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കണം. അപ്പോൾ 20 ഇൻറ്റു 4 അത് പോയിന്റ് ലോഡായി മാറി, UDLന് ഇക്വലന്റ് ആയിട്ടുള്ളത്. എയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 4ന്റെ ഹാഫ്, ദാറ്റ് ഈസ് 4/2. ദാറ്റ് മീൻസ് 2 + 1. ഓക്കെ, ദാറ്റ് ഈസ് 3 ആയിരിക്കും വരാം. വേറെ VB ആണ് പിന്നെ ഉള്ളത്. മുകളിലോട്ട് ആക്ട് ചെയ്യുന്നു. എ എന്ന് പറയുന്ന പോയിന്റ് ലെഫ്റ്റിലായതുകൊണ്ട് ആന്റി ക്ലോക്ക് വൈസിലാണ്. അപ്പോൾ -VB ഇൻറ്റു 8 meter ഈക്വൽ ടു 0. അപ്പോൾ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20 ഇൻറ്റു 4 ഈസ് 80, 80 ഇൻറ്റു 3 240, 240 -VB ഇൻറ്റു 8 ഈക്വൽ ടു 0. 240 അപ്പുറത്തേക്ക് പോയാൽ VB ഈസ് ഈക്വൽ ടു 240/8 കിട്ടും, ദാറ്റ് ഈസ് 30 kilonewton. അപ്പോൾ VB കിട്ടി. ഇനി VA കിട്ടാൻ വേണ്ടി സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന കൺസെപ്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ VA മുകളിലോട്ടാണ്, VB മുകളിലോട്ടാണ്. അപ്പോൾ ആ 2 വെർട്ടിക്കൽ ഫോഴ്സുകളും അതായത് റിയാക്ഷൻസും പ്ലസ്സിൽ എഴുതി. പിന്നെ UDL ആണ് താഴോട്ടുള്ളത്, അപ്പോൾ മൈനസ് ആണ്. അപ്പോൾ 20 ഇൻറ്റു 4 ആണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു 0. അപ്പം VB നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. VA + 30 -80 ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് VA ഈസ് ഈക്വൽ ടു 50 kilonewton എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയി. VB 30 kilonewton ആൻഡ് VA ഈസ് 50 kilonewton. ഓക്കെ, ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് A, സമ്മേഷൻ ഓഫ് മൊമെന്റ് അബൌട്ട് A ഈസ് ഈക്വൽ ടു 0. VA ഇൻറ്റു 0 + 20 ഇൻറ്റു 4 ഇൻറ്റു ഞാൻ പറഞ്ഞല്ലോ 4/2 + 1. ഓക്കെ, -VB ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു 0. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ VB 30 kilonewton, സമ്മേഷൻ വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0 എടുത്തു കഴിഞ്ഞാൽ VA 50 kilonewton. സ്റ്റെപ്പ് 1 കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാണ്, ദാറ്റ് ഈസ് ഷിയർ ഫോഴ്സ്. ഓക്കെ, ഓരോ പോയിന്റിലുള്ള ഷിയർ ഫോഴ്സുകൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്നും തന്നെ വേണമെങ്കിൽ ഒന്ന് കണ്ടുപിടിച്ച് പോവാം. ഓക്കെ, ഷിയർ ഫോഴ്സ് അറ്റ് A, FA. ഓക്കെ, FA എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടുത്തെ റിയാക്ഷൻ തന്നെയായിരിക്കും എയിലുള്ള റിയാക്ഷൻ അല്ലേ. ലെഫ്റ്റ് സൈഡ് നമ്മൾ എടുത്തു പോകുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് അപ്വേർഡ് പോസിറ്റീവ് ആൻഡ് ഡൗൺവേർഡ് ഈസ് നെഗറ്റീവ്. അപ്പോൾ ഇവിടെയുള്ള റിയാക്ഷൻ അപ്വേർഡ് ഫോഴ്സ് ആണ്, അപ്വേർഡ് ആണ്. അപ്പോൾ FA ഈസ് ഷിയർ ഫോഴ്സ് അറ്റ് A ഈസ് VA തന്നെയാണ്. VAയുടെ വാല്യൂ 50 ആണ്. ഓക്കെ, പ്ലസ്സിലാണ്. ഇനി അടുത്ത ഷിയർ ഫോഴ്സ് അറ്റ് C, FC.
ഓക്കെ, എഫ് സി എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള എല്ലാ ഫോഴ്സുകളും ആഡ് ചെയ്ത് വരണം. അപ്പോൾ സി എത്തുന്നതിന് മുമ്പ് എഫ് എ മാത്രമേ ഉള്ളൂ, വി എ മാത്രമേ ഉള്ളൂ. അപ്പോൾ വാല്യൂ 50 തന്നെയാണ്. യു ഡി എൽ അവിടെ സ്റ്റാർട്ട് ആവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ എഫ് സി ഈസ് ഓൾസോ 50. ഇനി അടുത്ത എഫ് ടി, ഷിയർ ഫോഴ്സ് അറ്റ് ഡി. ഓക്കെ, അപ്പോൾ ഇവിടെയാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ ഫോഴ്സുകളും ആഡ് ചെയ്ത് വരണം. ദാറ്റ് ഈസ് 50 അപ്വേർഡ് ആണ്. എന്നാൽ യു ഡി എൽ ഇവിടെ താഴോട്ടാണ് അല്ലേ. അപ്പോൾ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള പോയിന്റിലോട്ടാക്കി മാറ്റുമ്പോൾ താഴോട്ടായതുകൊണ്ട് മൈനസ് ഇട്ടു 20 × 4. ഷിയർ ഫോഴ്സ് അറ്റ് ഡി ഈസ് 50 - 80, ദാറ്റ് ഈസ് -30 ആണ് വരിക. ഓക്കെ, ഇനി ഷിയർ ഫോഴ്സ് അറ്റ് ബി സെയിം വാല്യൂ തന്നെയാണ്. ഇവിടെ സപ്പോർട്ടിൽ എത്തിയതിനു ശേഷമാണ് അവിടെ റിയാക്ഷൻ വരുന്നത്, അത് ക്ലോസ് ആയി 0ലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഷിയർ ഫോഴ്സ് അറ്റ് ബി എന്ന് പറയുന്നതും 50 - 80 തന്നെയാണ്, ദാറ്റ് ഈസ് -30. എന്നാൽ ഇവിടെ എത്തുമ്പോൾ ഈ സപ്പോർട്ട് റിയാക്ഷൻ +30 എന്നുള്ളത് -30 കൂടെ ആഡ് ആയി 0ൽ വന്ന് ക്ലോസ് ആവും. ഓക്കെ, ഷിയർ ഫോഴ്സ് അറ്റ് ബി ഈസ് -30. ഓക്കെ, ഡി എന്നത് -30ലേക്ക് വരുന്നു. അവിടെ എത്തിയതിനു ശേഷം റിയാക്ഷൻ വന്നിട്ട് ക്ലോസ് ആവുന്നു. ഓക്കെ, ആ വാല്യൂ +30 -30 0ലേക്ക് വരുന്നു. അപ്പൊ എല്ലാ സ്ഥലത്തുള്ള ഷിയർ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ ഷിയർ ഫോഴ്സ് അറ്റ് എ ഈസ് എഫ് എ ഈസ് 50, ഷിയർ ഫോഴ്സ് അറ്റ് സി ഈസ് ഓൾസോ 50, ഷിയർ ഫോഴ്സ് അറ്റ് ഡി എഫ് ഡി ഈസ് ഈക്വൽ ടു 50 - 20 × 4, ദാറ്റ് ഈസ് -30. ഷിയർ ഫോഴ്സ് അറ്റ് ബി എഫ് ബി ഈസ് 50 - 20 × 4 -30 തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ എഫ് സി വാല്യൂ 50 ആണ്, എഫ് ഡി വാല്യൂ -30 ആണ്. ഓക്കെ, സിന്റെ ഡിന്റെ ഇടയിൽ യു ഡി എൽ ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ലീനിയർ ആയിട്ടുള്ള വേരിയേഷൻ ഉണ്ടാവുക. അപ്പൊ പ്ലസ് നിന്ന് മൈനസിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ എവിടെയോ ആ വാല്യൂ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ 0 ആവുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഷിയർ ഫോഴ്സ് 0 ആവുന്ന സ്ഥലത്ത് അവിടെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആ ഷിയർ ഫോഴ്സ് 0 ആവുന്ന പോയിന്റിലെയും കൂടെ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം എവിടെയാണ് ഷിയർ ഫോഴ്സ് 0 ആവുന്നത് എന്നുള്ളത് നമ്മളിവിടെ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ഇതിൻ്റെ അകത്തുനിന്നൊരു കാര്യം വ്യക്തമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഷിയർ ഫോഴ്സ് രണ്ട് പോയിന്റിലുള്ള ഷിയർ ഫോഴ്സുകൾ രണ്ട് സൈനിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഓക്കെ, അതായത് വേരിയേഷൻ വരുമ്പോൾ എഫ് സി എന്നത് വേരി ചെയ്ത് ഡിയിലേക്ക് ഷിയർ ഫോഴ്സിന്റെ വാല്യൂ എത്തുമ്പോൾ പ്ലസ് എന്നത് മൈനസിലേക്ക് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻ ബിറ്റ്വീൻ വാല്യൂ 0 ആവുന്നുണ്ട്. ഓക്കെ, അതായത് സൈൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ആ സൈൻ ചേഞ്ച് ചെയ്യുന്ന പോയിന്റ് അല്ലെങ്കിൽ 0 ആവുന്ന പോയിന്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബെൻഡിങ് മൊമെന്റ് വിൽ ബി മാക്സിമം. ഓക്കെ, അപ്പോൾ ആ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ആ 0 ആവുന്ന പോയിന്റ് എവിടെയാണ്, ഷിയർ ഫോഴ്സ് 0 ആവുന്ന പോയിന്റ് എവിടെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വരുന്ന പ്രോബ്ലത്തിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പോയിന്റ് ലോഡ് മാത്രം വരുന്ന കേസിൽ അങ്ങനത്തെ സാഹചര്യം വരാറില്ല. യു ഡി എല്ലും കൂടെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള കേസുകൾ വരിക. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ദ വാല്യൂ ഓഫ് ഷിയർ ഫോഴ്സ് ചേഞ്ചസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് ഇൻ ബിറ്റ്വീൻ സി ആൻഡ് ഡി. ദ വേരിയേഷൻ ഈസ് ലീനിയർ. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ പോയിന്റ് അറ്റ് വിച്ച് ഷിയർ ഫോഴ്സ് ബിക്കംസ് 0. ഓക്കെ, അപ്പൊ ഷിയർ ഫോഴ്സ് 0 ആവുന്ന പോയിന്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടുണ്ട്. ഫോർ ഫൈൻഡിങ് ദിസ് കൺസിഡർ എ പോയിന്റ് ഇ. ഓക്കെ, അപ്പൊ ഷിയർ ഫോഴ്സ് 0 ആവുന്ന പോയിന്റ് ഞാൻ ഇ എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ്. ആ ഡിസ്റ്റൻസ് എവിടെയാണ് ആ 0 ആവുന്നതെന്ന് അറിയാത്തതുകൊണ്ട് എ എന്ന് പറയുന്ന പോയിന്റ് ഓക്കെ എക്സ് ഡിസ്റ്റൻസ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റ് ഓക്കെ, അത് എക്സ് ഡിസ്റ്റൻസ് സിന്റെ ഡിന്റെ ഇടയ്ക്കാണല്ലോ. അപ്പോൾ അത് ഇൻ ബിറ്റ്വീൻ എവിടെയോ ആണ് എന്നുള്ള രീതിയിൽ ഞാൻ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, എക്സ് ഡിസ്റ്റൻസ് എന്ന് എക്സ് ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്തു. ആ പോയിന്റിന് ഞാൻ ഇ എന്നും പറഞ്ഞ് പേര് കൊടുത്തു. ഓക്കെ, അവിടെയാണ് ഷിയർ ഫോഴ്സ് 0 ആവുന്നേ എന്നുള്ളത് ഞാൻ കൺസിഡർ ചെയ്തു. ഓക്കെ, സിന്റെ ഡിന്റെ ഇൻ ബിറ്റ്വീൻ. ഓക്കെ, ഫോർ ഫൈൻഡിങ് ദിസ് കൺസിഡർ എ പോയിന്റ് ഇ അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം എ. ലെറ്റ് ദ ഷിയർ ഫോഴ്സ് അറ്റ് പോയിന്റ് ഇ ബി 0. ഓൾറെഡി പറഞ്ഞല്ലോ, ഇയിലുള്ള ഷിയർ ഫോഴ്സ് വാല്യൂ 0 ആണ്. കാരണം പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യുന്ന കറസ്പോണ്ടിങ് പോയിന്റ് ആണ് നമ്മൾ ഇ എന്ന് പറഞ്ഞ് പേര് കൊടുത്തിരിക്കുന്നത്. E is located in between C and D. Okay, we have to find the distance x. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ ഡിസ്റ്റൻസ് x ആണ്. ഓക്കെ, അത് എത്രയിലാണത് ഷിയർ ഫോഴ്സിന്റെ വാല്യൂ 0 ആവുന്നത്, അതായത് ലെഫ്റ്റ് എൻഡ് എന്നാണ് നമ്മൾ എക്സ് ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഡിസ്റ്റൻസ് എത്രയാന്നുള്ളത് നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഷിയർ ഫോഴ്സ് അറ്റ് ഇ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, ഷിയർ ഫോഴ്സ് അറ്റ് ഇ നമുക്ക് ഓൾറെഡി അറിയാം 0 ആണെന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ഞാൻ ഫോം ചെയ്യാൻ പോവാണ് ഷിയർ ഫോഴ്സ് അറ്റ് ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ട്. ഓക്കെ, എക്സ് വെച്ചിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഷിയർ ഫോഴ്സ് അറ്റ് ഇ എഫ് ഇ ഈസ് ഈക്വൽ ടു 50 - 20 × x - 1 എന്നാണ് ഇക്വേഷൻ വരുന്നത് ഷിയർ ഫോഴ്സ് അറ്റ് ഇ. ഓക്കെ, എക്സ് അതുപോലെ തന്നെ വെച്ചു. അതെങ്ങനെയാണ് അത് വരുന്നത്?
നമുക്ക് നോക്കാം. ഷിയർ ഫോഴ്സ് അറ്റ് ഇ. ഷിയർ ഫോഴ്സ് മീൻസ് ഷിയർ ഫോഴ്സ് അറ്റ് എ സെക്ഷൻ ഈസ് എ സം ഓഫ് ഫോഴ്സസ് ഐദർ ഫ്രം ലെഫ്റ്റ് ഓർ റൈറ്റ് ആണ്. അപ്പൊ ലെഫ്റ്റ് സൈഡ് നമ്മൾ എടുക്കുന്നത്, ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് പോസിറ്റീവ്, ഡൗൺവേർഡ് നെഗറ്റീവ്. അപ്പം നമ്മൾ ആദ്യം ഇതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ആദ്യത്തെ ഫോഴ്സ് വി എ എടുത്തു. വി എ എന്ന് പറയുന്നത് അപ്വേർഡ് ആണ്, വാല്യൂ ഈസ് 50, അത് എഴുതി. ഇനിയുള്ളത് യു ഡി എൽ ആണ്. യു ഡി എൽ ഉള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടം തൊട്ട് ഇതുവരെയാണ് എക്സ് ഡിസ്റ്റൻസ്. അപ്പം ബാക്കി ഈ വരെയുള്ള യു ഡി എല്ലിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 1 ആയിരിക്കും. അതായത് ഇവിടം തൊട്ട് ഇതുവരെ 1 ആണ്, ഇവിടം തൊട്ട് ഇതുവരെ എക്സ് ആണെങ്കിൽ എക്സ് മൈനസ് 1 ആയിരിക്കും യു ഡി എല്ലിന്റെ പോർഷൻ ഈ വരെയുള്ളത്. ഓക്കെ, എക്സ് ഇവിടം തൊട്ട് ഇതുവരെ -1. ഓക്കെ, അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം 50 എഴുതി ഷിയർ ഫോഴ്സ് അറ്റ് ഇ. പിന്നെ യു ഡി എൽ താഴോട്ടാണ്, അപ്പൊ 20. ഓക്കെ, യു ഡി എൽ ആയതുകൊണ്ട് അതിന് ഇക്വലന്റ് ആയിട്ടുള്ള പോയിന്റിലോട്ട് ആക്കി മാറ്റണം ഈ ഡിസ്റ്റൻസിൽ, അതായത് എക്സ് മൈനസ് 1 ഡിസ്റ്റൻസിൽ. അപ്പൊ 20 ഇൻറ്റു എക്സ് മൈനസ് 1. ഓക്കെ, അപ്പൊ ഇതായിരിക്കും ഇവിടെയുള്ള ലോഡ്. ഓക്കെ, അതായത് ഈ വരെയുള്ള ഈ ആക്ട് ചെയ്യുന്ന യു ഡി എല്ലിന് ഇക്വലന്റ് ആയിട്ടുള്ള ലോഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ ഷിയർ ഫോഴ്സിന്റെ എക്സ്പ്രഷനായി ഷിയർ ഫോഴ്സ് അറ്റ് ഇ ഈസ് 0. ഇനി സോൾവ് ചെയ്താൽ നമുക്ക് ഇവിടെ എക്സ് ഡിസ്റ്റൻസ് എത്രയാന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാണ്. 50 minus 20 into x minus 1 is equal to 0. F is equal to 50 minus ഈ 20 minus 20 ഞാൻ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ -20 into x minus 20x minus 20 into -1 plus 20 ആയി, മൈനസ് മൈനസ് പ്ലസ് ആയി, ഈക്വൽ ടു 0. അപ്പൊ 50 plus 20 70, minus 20x is equal to 0, minus 20x is equal to -70, minus minus കട്ടായി. അപ്പൊ x is equal to 70/20, that is 7/2, 3.5 മീറ്റർ. അപ്പൊ എക്സ് എനിക്ക് കിട്ടി 3.5 മീറ്റർ. അതായത് എ എന്ന് പറയുന്ന എൻഡിൽ നിന്ന് 3.5 മീറ്റർ മാറിയിട്ടാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് 0 ആവുന്ന പോയിന്റ് ഉള്ളത്. അതായത് ഇ എന്ന് പറയുന്ന പോയിന്റ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 3.5 മീറ്റർ മാറിയിട്ടാണ് മനസ്സിലായി. ഓക്കെ, ഇനി നമ്മൾ ബെൻഡിങ് മൊമെന്റ് വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ആ ഇയിലുള്ള ബെൻഡിങ് മൊമെന്റ് വാല്യൂ കൂടി കണ്ടുപിടിക്കണം, കാരണം അവിടുത്തെ ബെൻഡിങ് മൊമെന്റ് വിൽ ബി മാക്സിമം. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഓക്കെ, ഷിയർ ഫോഴ്സ് വാല്യൂ is 0 at E, which is at a distance of 3.5 meter from A. ഓക്കെ, സ്റ്റെപ്പ് നമ്പർ 3, ബെൻഡിങ് മൊമെന്റ്. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് ഞാൻ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് എടുക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിലുള്ള സൈൻ കൺവെൻഷൻ ക്ലോക്ക് വൈസ് മൊമെന്റ് ഈസ് പോസിറ്റീവ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ഈസ് നെഗറ്റീവ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ബെൻഡിങ് മൊമെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് അറ്റ് എ, സി, ഇ, ഡി, ബി ഒക്കെ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ ഇവിടെ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം ഞാൻ ഇവിടെ വരയ്ക്കാം. ഓക്കെ, ഫ്രീ ബോഡി ഡയഗ്രാം. ഓക്കെ, ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുവാണ്. ഓക്കെ, ഇവിടെ വി എ, വി ബി. ഓക്കെ, ഇവിടുന്ന് യു ഡി എൽ സ്റ്റാർട്ട് ആവുന്നു. അതിന്റെ മാഗ്നിറ്റ്യൂഡ് 20 kN/m. എ, ബി, സി, ഡി. ഓക്കെ, ഇവിടെ ഇൻ ബിറ്റ്വീൻ ഒരു പോയിന്റും കൂടെ ഉണ്ട്, ഇ ആണ്. അപ്പൊ ഇത് 1 മീറ്റർ, ഇത് 4 മീറ്റർ, ഇത് 3 മീറ്റർ. ഓക്കെ, ഇവിടെ ടോട്ടൽ 3.5 മാറിയിട്ട് 1 കഴിഞ്ഞ് ഇവിടെ 4 ആകുമ്പോൾ 1 + 2 കഴിഞ്ഞ് ഹാഫും കഴിഞ്ഞിട്ടാണ് ഇ എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്. അപ്പോൾ ഇ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3.5 മീറ്റർ ആണ്. ടോട്ടൽ സ്പാൻ 8 ആണ്. ഓക്കെ, ഇനി ബെൻഡിങ് മൊമെന്റ് അറ്റ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ നമുക്കറിയാം സപ്പോർട്ടിലുള്ള ബെൻഡിങ് മൊമെന്റ് സിംപ്ലി സപ്പോർട്ടിൽ 0 ആണ്. ഓക്കെ, നമുക്കറിയാം, എന്നാലും അതൊന്ന് കാണിക്കണം. ബെൻഡിങ് മൊമെന്റ് എ ഈസ് വി എ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല, 0. ദാറ്റ് മീൻസ് ബെൻഡിങ് മൊമെന്റ് എ ഈസ് 0. ഇനി അടുത്തത് ബെൻഡിങ് മൊമെന്റ് അറ്റ് സി, എം സി ഈസ് വി എ ഇൻറ്റു സിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് വി എ ഇൻറ്റു 1. ഓക്കെ, വി എന്റെ വാല്യൂ 50 ആണല്ലോ. അപ്പോൾ 50 ഇൻറ്റു 1 ഈസ് 50 kN/m. ഓക്കെ, ഇനി അടുത്തത് ബെൻഡിങ് മൊമെന്റ് അറ്റ് ഇ കണ്ടുപിടിക്കാം. ബെൻഡിങ് മൊമെന്റ് അറ്റ് ഇ. ഓക്കെ, അതിന്റെ ഇക്വേഷൻ വരുന്നത് വി എ എന്ന് പറയുന്നത് 50 ഇൻറ്റു 3.5. ഓക്കെ, ഇവിടുന്ന് ഇയിലേക്കുള്ള ഡിസ്റ്റൻസ് മൈനസ് 20 ഇൻറ്റു, ഓക്കെ, ഇവിടം വരെയുള്ള ലോഡ് കൺസിഡർ ചെയ്യണം. അപ്പോൾ 20 ഇൻറ്റു 3.5 മൈനസ് 1. ഓക്കെ, ഇവിടം തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3.5 മൈനസ് 1 ആണല്ലോ. ഇവിടം തൊട്ട് ഇതുവരെ 3.5 ആണ്. എ മുതൽ സി വരെ 1 ആണ്. അപ്പോൾ സി മുതൽ ഇ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 3.5 മൈനസ് 1 ആണ് വരിക. അപ്പോൾ 20 ഇൻറ്റു 3.5 മൈനസ് 1 അത് ഈക്വലന്റ് ആയിട്ടുള്ള പോയിന്റ് ലോഡായി മാറി. അത് ആക്ട് ചെയ്യുന്നത്
ഇത് ഇവിടെ തൊട്ട് ഇതുവരെ 2.5 ആണ്. 3.5 - 1 ആണ് ഡിസ്റ്റൻസ്. അതായത് ഈ 2.5ന്റെ പകുതിയിലായിരിക്കും. ഓക്കെ, 2.5ന്റെ പകുതി എന്ന് പറയും 1.25 ആയിരിക്കും. ഇത് 1.25. ഓക്കെ, 1.25 1.25 പ്ലസ് 1 ഈസ് 3.5. ഓക്കെ, അതായത് യൂഡിയലിനെ ഈ വരെയുള്ള യൂഡിയലിന് ഇക്വലന്റ് ആയിട്ടുള്ള ലോഡ് ആക്ട് ചെയ്യുന്നത് സിന്ന് 1.25 മാറിയിട്ടും ഇന്ന് 1.25 മാറിയിട്ടും ആയിരിക്കും. ഓക്കെ, കാരണം ഈ പോർഷനിൽ അതിന്റെ ആ യൂഡിയലിന്റെ ആ ഒരു ഈക്വലന്റ് ആയിട്ടുള്ള പോയിന്റ് ലോഡ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ സെൻട്രലായിരിക്കും. ഓക്കെ, അപ്പം 20 × 3.5 - 1 ചെയ്തപ്പോൾ അത് പോയിന്റ് ലോഡായി മാറി. ഇനി ഇയിലേക്കുള്ള മൊമെന്റ് എടുക്കണമെങ്കിൽ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ദാറ്റ് മീൻസ് ഇൻറ്റു 3.5 - 1/2 ആയിരിക്കും. അതായത് 2.5ന്റെ ഹാഫ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതുപോലെ തന്നെ ഇക്വേഷൻ എഴുതുവാണ്. നിങ്ങൾ 2.5/2 എഴുതിയാലും കുഴപ്പമില്ല. 1.25 നമുക്ക് ഇവിടെ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ബെൻഡിങ് മൊമെന്റ് അറ്റ് ഇ വരുന്നത്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെൻഡിങ് മൊമെന്റ് അറ്റ് ഇ കിട്ടും. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ബെൻഡിങ് മൊമെന്റ് അറ്റ് എ നമുക്ക് 0 കിട്ടി. ബെൻഡിങ് മൊമെന്റ് അറ്റ് സി ഈസ് 50 × 1 50 kN. ബെൻഡിങ് മൊമെന്റ് അറ്റ് ഇ ഈസ് 50 × 3.5 മൈനസ്, അവിടെ മൊമെന്റ് താഴോട്ടായതുകൊണ്ടാണ് മൈനസ് വന്നിരിക്കുന്നത് കേട്ടോ. താഴോട്ട് വന്ന് ഇ എന്ന് പറയുന്ന പോയിന്റ് റൈറ്റിലാണ്. അപ്പോൾ താഴോട്ട് വന്ന് റൈറ്റിലേക്ക് വരുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് -20 × 3.5 - 1 പോയിന്റ് ലോഡായി മാറി. ഇയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3.5 - 1/2 ആണ്. അപ്പോൾ അത് സോൾവ് ചെയ്താൽ 175 - 20 × 2.5 × 1.25 ദാറ്റ് ഈസ് 112.5 kN. കാൽക്കുലേറ്ററിൽ ഒറ്റ അടിക്കടിക്കാം. ഓക്കെ, 112.5 kN കിട്ടും ബെൻഡിങ് മൊമെന്റ് അറ്റ് ഇ. ഓക്കെ, അപ്പൊ 3 പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് ആയി. ഇനി 2 പോയിന്റുകളും കൂടി ഉണ്ട്. ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി ഈസ്, ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി നോക്കിക്കഴിഞ്ഞാൽ VA × 5. ഓക്കെ, 1 + 4 VA × 5 മൈനസ് 20 × ഈ ഡിസ്റ്റൻസ് 4 ആണ്. 20 × 4 × 4/2 അതായിരിക്കും ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി വരുന്നത്. ഓക്കെ, 20 × 4 ചെയ്താൽ ഈ യൂഡിയലിന് ഇക്വലന്റ് ആയിട്ടുള്ള പോയിന്റ് ലോഡ് 4ന്റെ ഹാഫിലായിരിക്കും ആക്ട് ചെയ്യുക. 20 × 4 × 4/2 ചെയ്താൽ ഡിയിലുള്ള മൊമെന്റ് കിട്ടും. ഓക്കെ, അപ്പൊ 50 × 5 VA 50 ആണ്, -20 × 4 × 4/2 ദാറ്റ് ഈസ് 250 - 160 90 kN നമുക്ക് കിട്ടും. ഇനി ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി നമുക്കറിയാം 0 ആണെന്നുള്ളത്, സപ്പോർട്ട് ആണല്ലോ. എന്നാലും നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുത്ത് വരുന്നതുകൊണ്ട് നമുക്ക് അതുപോലെ തന്നെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. 0 ആണ് എന്തായാലും. ഓക്കെ, അപ്പൊ ഇവിടുന്ന് VA × ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് 8 -20 × 4 അത് പോയിന്റ് ലോഡായി മാറി ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 4/2 + 3. 4/2 എന്ന് പറയുമ്പോൾ ഡി വരെയുള്ള ഡിസ്റ്റൻസ് ആയി +3 ബിയിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, 20 × 4 പോയിന്റ് ലോഡായി മാറി. അത് ആക്ട് ചെയ്യുന്നത് ഈ 4ന്റെ ഹാഫിലാണ്. ഓക്കെ, ഈ 4ന്റെ ഹാഫിലായിരിക്കും. അപ്പൊ അവിടുന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 4ന്റെ ഹാഫ് 4/2 + 3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 50 × 8 -20 × 4 പോയിന്റ് ലോഡായി മാറി. അവിടുന്ന് അത് ആക്ട് ചെയ്യുന്നത് ആ യൂഡിയലിന്റെ സെന്ററിൽ നിന്നായിരിക്കും. യൂഡിയൽ എത്ര സ്പാനിലാണോ അതിന്റെ ഹാഫ് എന്നായിരിക്കും ഇൻറ്റു ബിയിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ 4/2 + 3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ സോൾവ് ചെയ്താൽ 50 × 8 ഈസ് 400. ഇവിടെ 20 × 4 നമുക്ക് -80 കിട്ടി. ഓക്കെ, സോറി 20 × 4 -80 കിട്ടി. യെസ്, അപ്പോൾ 4/2 2 + 3 ഈസ് 5. അപ്പോൾ -80 × 5 സോൾവ് ചെയ്താൽ 400 - 400 എന്ന് വരും 0. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് അറ്റ് ബിയും നമുക്ക് കിട്ടി. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് അറ്റ് എ 0, സി 50, ബെൻഡിങ് മൊമെന്റ് അറ്റ് ഇ കണ്ടോ, നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഷിയർ ഫോഴ്സ് 0 ആവുന്ന കറസ്പോണ്ടിങ് പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് ഈസ് 112.5 ഹയസ്റ്റ് വാല്യൂ ആണ്. ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി 90 kN ആൻഡ് ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി ഈസ് 0. ഇനി നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. അപ്പൊ ഞാൻ ആ ബീം ഒന്നും കൂടി എടുത്ത് വരച്ചു. ഓക്കെ, അതിലുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഇപ്പൊ എ, സി, അതുപോലെ ബെൻഡിങ് മൊമെന്റ് മാക്സിമം ആവുന്ന അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് 0 ആവുന്ന ഇ എന്ന് പറയുന്ന പോയിന്റ് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഡി എന്ന് പറയുന്ന പോയിന്റ് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ബിയും താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, ഇനി ഷിയർ ഫോഴ്സ് അറ്റ് എ എന്ന് പറയുന്നത് +50 ആണ്. അപ്പം ബേസ് ലൈൻ ആദ്യം വരയ്ക്കണം. അപ്പൊ എ, സി, ഇ, ഡി, ബി. ഓക്കെ, ബേസ് ലൈൻ വരച്ചു. പോസിറ്റീവ് ഉള്ള വാല്യൂ അതിന്റെ മുകളിലോട്ടും മൈനസ് ഉള്ള വാല്യൂ അതിന്റെ താഴോട്ടും മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഷിയർ ഫോഴ്സ് അറ്റ് എ ഈസ് +50. ഓക്കെ, അത് മാർക്ക് ചെയ്തു. ഇനി ഷിയർ ഫോഴ്സ് അറ്റ് സിയും എന്ത് തന്നെയാണ്, +50 തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് +50 ഷിയർ ഫോഴ്സ് ആയി. എന്റെയും സിന്റെയും ഇൻ ബിറ്റ്വീൻ വേറെ ലോഡുകളൊന്നുമില്ല. അപ്പൊ ആ 50 തന്നെ സി വരെ കണ്ടിന്യൂ ചെയ്യും. സി എത്തിയതിനു ശേഷം അവിടെ യൂഡിയൽ ഉണ്ട്. അപ്പൊ 50 - 20 × 4. ഓക്കെ, അത് ചെയ്യുമ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ്
ഡി ഈസ് -30 എന്ന് കിട്ടും. അപ്പം +50 എന്നത് -30 പോകും, സ്ട്രേറ്റ് ലൈൻ വേരിയേഷൻ. ഓക്കെ, ഇവിടെ 50 ഡിയിലേക്ക് എത്തുമ്പോൾ അത് -30 പോകുന്നു. അപ്പം +50 to -50 സ്ട്രേറ്റ് ലൈൻ വേരിയേഷൻ കാണിക്കുക. അപ്പൊ അതിന്റെ ഇൻ ബിറ്റ്വീൻ അത് 0 ആവുന്നുണ്ട്. ഷിയർ ഫോഴ്സിന്റെ വാല്യൂ ആ പോയിന്റ് ആണ് നമ്മൾ കണ്ടുപിടിച്ച ഇ എന്ന് പറയുന്നത്. അത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 3.5 മീറ്റർ മാറിയിട്ടുള്ള പോയിന്റ് ആണ് ഇ എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, അതും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. ഓക്കെ, അപ്പൊ ഷിയർ ഫോഴ്സ് അറ്റ് ഡി -30 കിട്ടി. ഇനി ഇതിന്റെ ഇൻ ബിറ്റ്വീൻ വേറെ ലോഡുകളൊന്നുമില്ല. അപ്പൊ അതെന്ത് ചെയ്യും, ഈ 30 വാല്യൂ തന്നെ ബി വരെ കണ്ടിന്യൂ ചെയ്യും. ബിയിലെ ഷിയർ ഫോഴ്സ് ഈസ് -30. ഇവിടെ എത്തിയതിനു ശേഷം +30 എന്ന് പറയുന്ന ഫോഴ്സ് ഇവിടെ ഉണ്ട്. അത് ആക്ട് ചെയ്യുമ്പോൾ ഇവിടെ 0 വന്ന് ക്ലോസ് ആവും. ഓക്കെ, അപ്പോൾ ഈ ബേസ് ലൈനിന്റെ മുകളിലോട്ടുള്ളത് പ്ലസും താഴോട്ടുള്ള മൈനസും അത് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം കംപ്ലീറ്റ് ആയി. ഇനി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. ബെൻഡിങ് മൊമെന്റ് അറ്റ് എ. ഓക്കെ, ആദ്യം ബേസ് ലൈൻ വരയ്ക്കാം. എ സി ഇ ഡി ബി. ഓക്കെ, എയിലുള്ള ബെൻഡിങ് മൊമെന്റ് 0 ആൻഡ് ബിയിലുള്ളതും 0 ആണ്, നമുക്കറിയാം. അടുത്ത സി എന്ന് പറയുന്ന പോയിന്റിലുള്ള ബെൻഡിങ് മൊമെന്റ് 50 ആണ്. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് അറ്റ് സി ഈസ് 50. ബെൻഡിങ് മൊമെന്റ് അറ്റ് ഇ ഈസ് 112.5. അപ്പൊ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി ഞാൻ 50 ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, അടുത്ത ബെൻഡിങ് മൊമെന്റ് അറ്റ് ഇ എന്ന് പറയുന്നത് 50-നേക്കാളും കൂടുതലാണ്, 112. അപ്പോൾ അതിന്റെ ഡബിളിനേക്കാളും കുറച്ച് കൂടുതലായിരിക്കും. ഞാൻ അതിനേക്കാളും കുറച്ച് കൂടിയ ഒരു വാല്യൂ അതായത് കുറച്ചും കൂടി കൂടുതൽ ഹൈറ്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു, 112.5 ബെൻഡിങ് മൊമെന്റ് അറ്റ് ഇ. ഓക്കെ, അടുത്തത് ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി 90 ആണ്. 112.5-നേക്കാളും കുറച്ച് താഴെ ആയിരിക്കും. ആൻഡ് ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി ഈസ് 0. അതെല്ലാം മാർക്ക് ചെയ്തു. ഇനി ഞാനിത് കണക്ട് ചെയ്ത് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഉണ്ട്. അപ്പൊ എയിന്ന് സിയിലേക്കുള്ള ആ വേരിയേഷൻ എന്ന് പറയുന്നത് സ്ട്രേറ്റ് ലൈൻ ആണ്. കാരണം ഇവിടെ ആ ഒരു പോയിന്റ് ലോഡിനനുസരിച്ച് ലീനിയർ വേരിയേഷൻ ആണ് വരുന്നത്. അപ്പൊ ലീനിയർ ആയിട്ടുള്ള വേരിയേഷൻ സ്ട്രേറ്റ് ലൈനിൽ കാണിച്ചു. 0 to 50 സ്ട്രേറ്റ് ലൈൻ വരയ്ക്കണം. ഓക്കെ, സ്ട്രേറ്റ് ലൈൻ. അതിനുശേഷം സി മുതൽ ഡി വരെ അത് യു ഡി എൽ ആണ്. അപ്പൊ യു ഡി എൽ വരുമ്പോൾ ബെൻഡിങ് മൊമെന്റ് വേരിയേഷൻ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, പാരബോളിക് ആയിട്ടുള്ള വേരിയേഷനാണ് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ സ്കെയിൽ വെച്ച് കറക്റ്റ് സ്ട്രേറ്റ് ആയിട്ടാണ് എ മുതൽ സി വരെയുള്ള ബെൻഡിങ് മൊമെന്റ് വേരിയേഷൻ കാണിച്ചതെങ്കിൽ ഇവിടം തൊട്ട് സി മുതൽ ഡി വരെയുള്ള വേരിയേഷൻ പാരബോളിക് ആയിട്ടാണ്. ഫ്രീ ഹാൻഡിൽ അത് പാരബോളിക് ആയിട്ട്, അതായത് 112.5 മാക്സിമം വാല്യൂ വരുന്ന രീതിയിൽ പാരബോളിക് ആയിട്ട് 90 അവസാനിക്കുന്ന രീതിയിൽ വരയ്ക്കാം. ഓക്കെ, പാരബോളിക്. ഓക്കെ, 50 മുതൽ 112 പാസ് ചെയ്ത് 90 വന്നിട്ട് അവസാനിക്കുന്ന രീതിയിൽ പാരബോളിക് ആയിട്ട് ഇത്രയും പോർഷൻ വരയ്ക്കണം. ഓക്കെ, അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. പാരബോളിക് ആണ് സി മുതൽ ഡി വരെയുള്ളതും അതുപോലെ സി മുതൽ ഇ വരെയുള്ളതും ഇ മുതൽ ഡി വരെയുള്ളതായിട്ടുള്ള പോർഷൻ. കാരണം സി മുതൽ ഡി വരെ യു ഡി എൽ ആണ്. അപ്പൊ യു ഡി എൽ വരുന്ന സ്ഥലങ്ങളിൽ ബെൻഡിങ് മൊമെന്റിന്റെ വേരിയേഷൻ എന്ന് പറയുന്നത് പാരബോളിക് ആണ്. ഓക്കെ, അപ്പൊ അത് ഞാൻ കാണിച്ചു. അടുത്ത 90 0 വേരി ചെയ്യുന്നത്. അവിടെ വേറെ ലോഡുകളൊന്നുമില്ല. അപ്പോൾ യു ഡി എൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് സ്ട്രേറ്റ് ലൈൻ വേരിയേഷൻ കാണിക്കാം. അപ്പൊ ഇവിടുന്ന് 90 സ്ട്രേറ്റ് ലൈൻ വേരിയേഷനിലൂടെ 0 വന്ന് അവിടെ അവസാനിച്ചു. ഓക്കെ, അപ്പൊ നമ്മുടെ ബേസ് ലൈനിന്റെ മുകളിലോട്ടാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. കാരണം എല്ലാ ബെൻഡിങ് മൊമെന്റ് വാല്യൂസും പ്ലസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്ന സൈൻ കൺവെൻഷൻ പ്രകാരം. അപ്പൊ പ്ലസ് മാർക്ക് ചെയ്തു, ഡയഗ്രാം ഷെയ്ഡ് ചെയ്തു. ഓക്കെ, അപ്പൊ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം മീൻസ് കംപ്ലീറ്റഡ്. അപ്പൊ ഈ വാല്യൂസ് എല്ലാം കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം. അതുപോലെ ഈ വേരിയേഷൻ ഒന്ന് കാണിച്ചാൽ നല്ലതായിരിക്കും. സ്ട്രേറ്റ് ലൈൻ ആണെന്നും ഇത് പാരബോളിക് ആണെന്നുള്ളത്. കാരണം യു ഡി എൽ വരുന്ന സ്ഥലങ്ങളിൽ അത് പാരബോളിക് ആണ് കാണിച്ചാൽ നമുക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടെന്നുള്ള കാര്യം പിടികിട്ടും. ഓക്കെ.